السلام عليكم ورحمة الله وبركاته. وعليكم السلام. وعليكم السلام ورحمة الله الحمد وبركاته. لله الذي أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد. നമ്മുടെ സൂറത്തുൽ അൻആം എന്ത് ചെയ്തു? വായിച്ചു തീർന്നു, പഠിച്ചു തീർന്നു, തദബ്ബുറാക്കി തീർന്നു. എന്താ ചെയ്ത്? ഒന്നും ചെയ്തില്ല. വായിച്ച് മനസ്സിലാക്കി. വായിച്ചോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വളരെ കുറച്ച് പേരെ വായിച്ചെന്ന് മറുപടി വന്നുള്ളൂ. കുറച്ച് ഭാഗം വായിച്ചു, കുറച്ച് ഭാഗം വായിച്ചു നോക്കിയാണ്. ഒട്ടും വായിക്കാൻ പറ്റാത്ത ആൾക്കാരും ഉണ്ട്. ഒട്ടും വായിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. നമ്മൾ വായിച്ചു തീർന്നു പഠിച്ചു തീർന്നു എങ്കിൽ എന്ത് ചെയ്യണം? ഒരാഴ്ചയൊക്കെ നമ്മൾ ഫുള്ളായിട്ട് വായിച്ചു നോക്കണേ. അത് നമ്മളൊരു പക്ഷേ ക്ലാസ്സിന്റെ അവസാനം പറയാൻ വിട്ടുപോയതായതുകൊണ്ട്, പറയാത്തത് കൊണ്ട് വർക്ക് ചെയ്യാത്തതാണോ? അതിനിടയിൽ സെക്രട്ടറി ചോദിച്ചു പാഠഭാഗം വായിച്ചു നോക്കിയെന്ന്. എല്ലാവരും മെസ്സേജ് ഇട്ടു പാഠഭാഗം വായിച്ചു നോക്കി. പാഠഭാഗം വായിച്ചു നോക്കിയെന്ന് ചോദിച്ചപ്പോൾ കുറെ പേര് മെസ്സേജ് ഇട്ടു വായിച്ചു നോക്കി. അപ്പൊ പാഠഭാഗം ഏതാ നിങ്ങൾ വായിച്ചു നോക്കിയത്? പാഠഭാഗം വായിച്ചു നോക്കിയെന്ന് മെസ്സേജ് ഇട്ടത് സെക്രട്ടറി അടുത്ത് പറഞ്ഞു പാഠഭാഗം വായിച്ചു മെസ്സേജ് ഇല്ല. പാഠഭാഗം പോസ്റ്റ് ചെയ്ത് വേറൊരാളാണ്. പാഠഭാഗം പോസ്റ്റ് ചെയ്യുന്നത് ടീച്ചറാണ്. പാഠഭാഗം പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോ സെക്രട്ടറിയുടെ ജോലി സെക്രട്ടറി ചെയ്തു, ടീച്ചർ പോസ്റ്റ് ചെയ്ത് തീർന്നു. ടീച്ചർ പോസ്റ്റ് ചെയ്തില്ല. വായിച്ചു നോക്കിയെന്ന് ചോദിച്ചപ്പോഴല്ലേ എല്ലാ ആൾക്കാരും വായിച്ചു നോക്കി. നമ്മൾ തദബ്ബറും ചെയ്തില്ല, വായിച്ചു നോക്കിയില്ല, പഠിക്കാൻ തുടങ്ങിയെന്നോണേ പറയാം. എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തദബ്ബർ പൂർണ്ണമായിട്ടും തദബ്ബർ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു ചിന്ത ഉണ്ട്. ചിന്തിക്കണം എന്നൊരു ചിന്തയെങ്കിലും ചിന്തയിൽ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ചിന്തിക്കണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിന്റെ വ്യത്യസ്ത തലങ്ങളുണ്ടാവും. ഞാനത് ChatGPT നോക്കിയിട്ട് ഒരു സമ്മറിയൊക്കെ ഉണ്ടാക്കിയ. അപ്പൊ അത് അവര് PDF ആയിട്ട് അയച്ചു തരാൻ പറഞ്ഞപ്പോ വായിച്ചെന്നപ്പോ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പോസ്റ്റ് ചെയ്ത് നോക്കി, അപ്പോ അത് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് തയ്യാറാക്കിയിട്ട് അയച്ചു തരാം നിങ്ങൾക്ക്. അതെല്ലാം എന്താണ്? ക്ലൂ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സമഗ്രമായിട്ട് സംഭവം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് പാടാണ്. ചില വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൊക്കെ നമ്പർ ഇട്ട് അതിന്റെ സംക്ഷിപ്തം എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങളുടെ കയ്യിൽ വ്യാഖ്യാന ഗ്രന്ഥം ഉള്ളതുകൊണ്ട് അത് നിങ്ങൾ വായിക്കും എന്നതുകൊണ്ടും ഞാൻ അങ്ങനെ തരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാ, പിന്നെ ശ്രദ്ധിക്കുകയല്ല നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പഠനമാവില്ല. പക്ഷെ നമുക്ക് വായിച്ചു നോക്കാം. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പുതിയൊരു പോയിന്റ് ആണ് എന്ന് കണ്ടെത്തിയാൽ അത് പോയിന്റ് പോസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞു. അതായാലും പോസ്റ്റ് ചെയ്ത് കണ്ടില്ല. എന്തായാലും നമുക്ക് അങ്ങനെ ഒരു പോക്ക് അതിൽ നടക്കുമെന്ന് തോന്നുന്നില്ല. ആ ടൈം എടുക്കും. നമുക്ക് പരീക്ഷയെ ടൈം നിശ്ചയിക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ടൈം നിശ്ചയിച്ചോ പരീക്ഷയുടെ? പരീക്ഷയുടെ ടൈം നിശ്ചയിച്ചില്ല തോന്നുന്നല്ലേ? ഇല്ല. അറബി പരീക്ഷ വരും എന്നൊക്കെ പറഞ്ഞു ആൾക്കാർ. ഓക്കെ. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകുന്ന, നമ്മൾ ചിന്തയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ് ChatGPT ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ എങ്കിലും ചില സംഗതികൾ നമ്മൾ സ്ട്രൈക്ക് ചെയ്യും.
അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ചെയ്തത്. അപ്പോൾ പരമ്പരാഗതമായ വ്യാഖ്യാനത്തിൽ ഇല്ലാത്ത ചില സംഗതികളെങ്കിലും നമുക്ക് അതിൽ നിന്ന് കിട്ടും എന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ അത് മൊത്തത്തിൽ ഇടാൻ കാരണം ഇവിടെ അങ്ങനെ ഒരു തേർഡ് പാർട്ടി ചെയ്താൽ അങ്ങനെയും വരും എന്ന് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇവിടെ കുറച്ച് വാക്കർത്ഥം നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത് ഇന്ന്. നമുക്ക് പരീക്ഷയ്ക്ക് 2 പേപ്പർ ഉണ്ടാവും. ഒന്ന് ഖുർആൻ സൂക്തവും സ്ഥിരീകരണവും, 2 ഭാഷാപരവും വ്യാകരണപരമായ കാര്യങ്ങൾ, ഗ്രാമർപരമായ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു 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 ക്രിയ, ഒരു വെർബ് വന്നാൽ ആ വെർബ് ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ് എന്ന് ചോദിക്കാം. അതിന്റെ വ്യത്യസ്ത രൂപഭേദങ്ങളും ചോദിക്കാം. അങ്ങനൊരു സംഭവം. ഉദാഹരണമായിട്ട് പറഞ്ഞാല് തുമ്മ അൻതും തംതറൂൻ എന്ന് പറഞ്ഞു. തംതറൂൻ, അതിന്റെ പേര് മുലാരി തന്നിട്ടുണ്ടല്ലോ, മാളി മുലാരി തന്നിട്ടുണ്ടല്ലോ. എന്തായിരിക്കും അതിന്റെ മാളി മുലാരിയും? ഇംതറ ഇംതരി. അതിന്റെ പര്യായപദം അറബിയിൽ തന്നിട്ടുണ്ടല്ലോ. ശക്ക. ശക്ക എന്നതിൽ ലാ ശക്ക ഫീഹി. അപ്പൊ അങ്ങനെയുള്ള ഭാഷാപരമായ ഖുർആന്റെ അർത്ഥവും വ്യാഖ്യാനം എന്ന് പറഞ്ഞാൽ അതിൽ തംതറും ചോദിക്കാം, ഇംതറായും ചോദിക്കാം. റൈബ് വരില്ല ഉസ്താദ്, റൈബും വരില്ലേ? റൈബുണ്ട്. റൈബിന്റെ മാളി എന്താ? റാബ. റാബ അല്ല, റൈബിന്റെ മാളി. ഇവിടെ ഇംതറ എംതരിയുടെ പര്യായപദമാണ് റൈബ് എന്ന് പറഞ്ഞു. അപ്പൊ റൈബ്, ഇംതറ എന്നത് മാളി ആയതുകൊണ്ട് മാളി ചോദിച്ചാൽ അതിന്റെ പര്യായം എഴുതുമ്പോൾ മാളിയിൽ എഴുതണം. മുലാരി ചോദിച്ചാൽ പര്യായപദം എഴുതുമ്പോൾ മുലാരിയിൽ എഴുതണം. മസ്തർ ചോദിച്ചാൽ പര്യായപദം എഴുതുമ്പോൾ മസ്തർ എഴുതണം. സോഫ യതീഹിം അംബാ എന്ന് പറഞ്ഞു. സോഫ യതീഹിം അംബാ, 6-ാം സൂക്തം. അംബാഇന്റെ ഏകവചനം എന്താണ്? അംബാഇന്റെ ഏകവചനം ചോദിക്കുമ്പോ നബ എന്ന് എഴുതിയാല് അപ്പോഴേ കിട്ടിക്കോളും. അതേപോലെ കർണ് പറഞ്ഞിട്ടുണ്ട്. ഖബ്ലിഹിം മിൻ ഖർനിൻ അലം യറൗ കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ. ഖർനിന്റെ ബഹുവചനമാണ് കർണിന്റെ ബഹുവചനം ഖുറായാണ്. അപ്പൊ അത് എഴുതി തന്നില്ല നിന്നെ പറയരുത് കേട്ടാ. ഖുർആൻ വന്നിട്ടുള്ളത് കൊണ്ട് എന്തായാലും നമുക്ക് പഠിക്കണം. എവിടെയെങ്കിലും വന്നിട്ടുണ്ടാവും. കറിയത്തിന്റെ ബഹുവചനമാണ് ഖുറ. കിതാബൻ ഫിയ ഖിർത്താസ് എന്ന് പറഞ്ഞു. ഖിർത്താസ് എന്താണ്? അതിനത് അറബിയിൽ മീനിങ് എഴുതി തന്നത് പോട്ടെ. ഖിർത്താസിന് വേറൊരു വാക്ക് പറയും. വറക്കത്തുൻ. അപ്പൊ ഖിർത്താസിന്റെ ബഹുവചനം ബഹുവചനമല്ല, പര്യായപദം.
വറക്കത്തുൻ. വറക്കനുണ്ട് കേട്ടോ, വറക്കത്തുൻ. ഫലമസൂഹു ബിഐദീഹിം ലമസ. ലമസ, ലമസയുടെ പര്യായപദം സ്പർശിച്ചു. മസ്സ വരുവും അല്ല. അത് തന്നെ. നിങ്ങൾ ചിന്ത വർക്ക് ചെയ്യുന്നുണ്ട്. മസ്സ. നമ്മളെ അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാല് ഇങ്ങനെ പഠിച്ചാൽ ഈ വാക്ക് ഇതിന്റെ പര്യായപദമാണ് മറ്റൊരു വാക്ക് എന്ന് പറയുമ്പോൾ ആ വാക്കും ഓർമ്മയിലും ഈ വാക്കും ഓർമ്മയിലും നമ്മൾ ഖുറാനിലെ മറ്റു ഭാഗങ്ങൾ വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിൽ വരണം. അല്ല ഒരു ഭാഗം വായിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകണം. ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ മുബീൻ. ഇപ്പൊ സിഹ്റിന്റെ മാളി സഹിറ അല്ലേ? സഹറ. ആ സഹറ. സഹറ. അപ്പൊ അത് ഖുറാനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ കർത്താവ് സാഹിർ. 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 സഹറ യസ്ഹറു ആണോ യസ്ഹിറു ആണോ ഉസ്താദെ? യസ്ഹർ. യസ്ഹറു. യസ്ഹറു. വലാ ഖൗലി സാഹിർ. വലാ ബിഖൗലി. വലാ ബിഖൗലി. മലക്കിന്റെ ബഹുവചനം എന്താ? എന്താണ് ഉസ്താദെ? മലക്കിന്റെ ബഹുവചനം മുലൂക്ക്. മുലൂക്കല്ലേ? ഒരാൾക്കെങ്കിലും തെറ്റിയില്ലേ? ഒരാൾക്കെങ്കിലും തെറ്റിയില്ലേ? മലായിക്കത്തല്ലേ? അല്ല മലായിക്കത്തല്ല. മലക്കിന്റെ ബഹുവചനം ചോദിച്ചപ്പോഴത്തേക്ക് മലായിക്കത്തനെ. മലായിക്കത്ത്. മലായിക്കത്തല്ലേ? മുലൂക്ക് എങ്ങനെ കിട്ടിയത്? മുൽക്കിന്റെയാണ് മുലൂക്ക്. മുലൂക്കിന്റെ ഏകവചനം എന്താ? മുൽക്കല്ലേ? മുൽക്ക്. അല്ലല്ല. അല്ല മുൽക്ക് വേറെ തന്നെ. മുലൂക്കിന്റെ ഏകവചനം മാലിക്. മാലിക് അല്ല. മുൽക്ക് എന്ന് പറഞ്ഞ ആധിപത്യമാണ്. മുൽക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് ക്രിയാധാതുവാണ്. മലക്ക. മലിക്കുൻ. ഉടമസ്ഥൻ. മലിക്കുൻ രാജാവ്. മുലൂക്ക്. ഖുർആനിലുണ്ടല്ലോ മുലൂക്ക്. മുലൂക്കില്ലേ? മാലിക്കുൻ രാജവനല്ല, മാലിക് എന്താ? ഉടമസ്ഥൻ. മാലിക് ഉടമസ്ഥൻ. മാലിക്കുൽ മുൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുൽക്കും എന്നുള്ളതിന് ബഹുവചനം എന്താ ഉസ്താദെ? മുൽക്കും എന്നുള്ളതിന് ബഹുവചനം ഉണ്ടോ? മുൽക്ക് ക്രിയാധാതു അല്ലേ? ഓ. മുൽക്കിന്റെ ബഹുവചനം ഉണ്ടാകാം. എന്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നില്ല. മലിക്കിനാണ് നമുക്ക് ബഹുവചനം വേണ്ടത്. മലിക്ക് രാജാവ്, മുലൂക്ക് രാജാക്കന്മാർ. മാലിക്കിലെ ബഹുവചനം എന്താണ്? മലായിക്കത്തൊന്നല്ല അല്ലെ? മലായിക്കത്ത് ഏതിന്റെ ബഹുവചനം? മുൽക്കിന്റെ. മലക്കിന്റെ ബഹുവചനം ആകെ അപ്സൈഡ് ഡൗൺ ആയി. മലക്കിന്റെ ബഹുവചനം ചോദിച്ചു അവസാനം മലക്കിന്റെ ബഹുവചനം മലിക്കിന്റെ ബഹുവചനം അല്ലേന്ന് ചോദിച്ചാല്
കലങ്ങി തെളിഞ്ഞു വരണം. അതെ. അപ്പൊ അതിന്റെ പ്രശ്നം എന്ന് മാലിക്കിന്റെ പറഞ്ഞാൽ സ്ഥാനത്ത് എന്താ പറഞ്ഞ? നമ്മളെ മെമ്മറിയുടെ വർക്ക് ഉണ്ടല്ലോ, മെമ്മറി വർക്ക് ചെയ്യാത്തതാണ്. അത് പറഞ്ഞാൽ പിന്നെ നമ്മള് വിഷയം കാട് കയറിപ്പോ ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഒരുപാട് മെമ്മറി വർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് മെമ്മറി വർക്ക് ചെയ്തെങ്കിൽ മാലിക്കും മാത്രമേ പഠനം ശരിയാവൂ. മാലിക്കിന്റെ ഉസ്താദെ ബോധനം എന്താ? മാലിക്കും എന്നുള്ളതിന്റെ മാലിക്കിന്റെ ബോധനം ഖുർആനിൽ വന്നിട്ടുണ്ട്. മാലിക്കീൻ. മാലിക്കീനാണോ? മാലിക്കീനോ? മാലിക്കൂനൊക്കെ ആണോ? അതെ, എന്താ ആയിക്കോട്ടെ. എന്താണ് കറക്റ്റ് ആയിട്ട് പറയും. മാലിക്കൂൻ ഫഹും ലഹാ മാലിക്കൂൻ എന്ന് എല്ലാ ആ. ആഴ്ച പോകുന്ന ആൾക്കാരുണ്ടാവും, എല്ലാ ദിവസവും പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഇത് അതിന്റെ ആണ് എന്നുള്ളത് മനസ്സിലാകും. കാരണം നമ്മൾ ഓക്കെ ചിന്തിക്കുന്നില്ല. യാസീൻ ഓതണം, കിടക്കാൻ നേരത്ത് യാസീൻ ഓതണം, മകരിമാമം മുൽക്ക് ഓതണം, ഇങ്ങനെയൊക്കെ ചിന്ത അത് മാത്രമേ ഉള്ളൂ. ഈ വായിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് ചിന്തയില്ല. ചിന്തിച്ച് മാത്രമേ ഖുർആൻ വായിക്കാവൂ. അപ്പോ ഒരുപാട് ചിന്ത വേറെ വേറെ തലങ്ങളിലേക്ക് നമുക്ക് വർക്ക് ചെയ്യും. ഞാൻ ഈ വാക്കർത്ഥം പ്രിപ്പയർ ചെയ്തപ്പോൾ മനസ്സിൽ വരാത്ത കാര്യങ്ങൾ പോലും ഇപ്പൊ നമ്മുടെ മനസ്സിൽ വന്നില്ലേ. ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും നമ്മളെ മെമ്മറി വേറെ രീതി വർക്ക് ചെയ്യാം. സുമ്മല യുംറൂൻ, അതിന്റെ മാളി മാളി മാറൂഫ് എന്താണ്? അല്ലറ. ഇവിടെ മാറൂഫാണോ മജ്ഹൂലാണോ ലാ യുംറൂൻ എന്നുള്ളത്? മജ്ഹൂലാണ്. അപ്പൊ ഇതിനെ മാറൂഫ് ആക്കിയാൽ എങ്ങനെ വരും? ലാ യുൻദിറൂൻ എന്ന് വരും. അതെ, അന്നറ യുൻദിറൂൻ. ലാ യുൻദറൂൻ എന്നാണ് മജ്ഹൂലായിട്ടാണ് ഇവിടെ ഉള്ളത്. അവർ അവധി നൽകപ്പെടുകയില്ല. ജഅൽനാഹു റജുലൻ എന്ന് പറഞ്ഞപ്പോ ഇവിടെ എന്താ അർത്ഥം? പുരുഷന്മാരാക്കിയില്ല. എല്ലാ സ്ഥലത്തും ആക്കുമായിരുന്നു. എല്ലാ സ്ഥലത്തും റജുലൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണെന്നോ? അല്ല, മലക്കിനെ ആക്കിയിരുന്നെങ്കിൽ നാം അത് അപ്പോഴും അതൊരു മെയിലിനെ പുരുഷനെ തന്നെ ആക്കുമായിരുന്നു എന്നല്ലേ? മനുഷ്യനെ ആക്കും. അതെ. ജഅൽനാഹു മലക്കൻ ജഅൽനാഹു റജുലൻ വലബസ്ന അലൈഹിം മാ യൽബിറൻ. ഇബ്രീൽ അലൈഹിസ്സലാം ജനങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്ക് ഏത് രൂപത്തിലാണ് വരിക? മനുഷ്യന്റെ രൂപത്തിലാണ്. അപ്പൊ ഇവിടെ അദ്ദേഹത്തെ ഒരു പുരുഷനാക്കുന്നല്ല പറഞ്ഞു, മനുഷ്യനായിട്ടായിരിക്കും. മനുഷ്യൻ. ഓക്കെ. ഇസ്തുഹ്സിഅയുടെ മാറൂഫ് എന്താ? ഇതിലുള്ള അക്ഷരം തന്നെ ഉപയോഗിച്ച് പറയാം മലയാളത്തിൽ. ഉസ്താദെ, ഇതിന്റെ അർത്ഥം തന്നെ മറ്റേതും വരില്ലേ? സഹറാന്ന വേറൊരു വാക്കില്ലേ? പരിഹസിക്ക്. സഹിറാന്നാണോ? അതെ അതെ അതെ, സഹിറ എവിടെ ഉണ്ടല്ലോ. അപ്പൊ അതേ വാക്ക് തന്നെയാണ് താഴെ ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ പര്യായപദം തന്നെയാണിത്. കാരണം ആ പറഞ്ഞ വിഷയം തന്നെയാണ് പറയുന്നത്. നിനക്ക് മുമ്പുള്ളവരും പരിഹസിക്കപ്പെട്ടിട്ടുണ്ട്. പരിഹസിച്ചവരെ വലയം ചെയ്തു. അപ്പൊ എന്താണ് ഇസ്തഹ്സ എന്ന് പറഞ്ഞാലും സഹിറ എന്ന് പറഞ്ഞാലും ഒരർത്ഥം തന്നെയാണ്. സീറു എന്ന് പറഞ്ഞില്ലേ?
അതിന്റെ മുഫ്രദ് എന്താണ്? സീറു എന്ന് പറഞ്ഞാൽ ജംആണോ മുഫ്രദാണ്? അതിന്റെ മുഫ്രദ് എന്താണ് സീറു എന്നതിന്റെ? സിർ സീറു എന്നുള്ളത് കൽപ്പനയാണ്. സാറ യസീറു. അല്ല, സീറു എന്നതിന്റെ മുഫ്രദ് സിർ സിർ സിർ. അപ്പം യു എയിലുള്ളവർക്കൊക്കെ അറിയാം, അവിടെ സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ആണോ, ഉപയോഗിക്കാറുണ്ടോ ഷേഖ്? യല്ലാ സിർ എന്ന് പറയൂലേ? ലായസീർ എന്ന് പറയില്ലേ? ലായസീർ എന്ന് പറയും. അതേപോലെ യല്ലാ സിർ എന്ന് പറയൂലേ അങ്ങോട്ട് പോകാൻ? യല്ലാ സിർ എന്ന് പറയും. സൗദിയിലാണെങ്കിൽ യല്ലാ റൂഹ് എന്നാ പറയാ. കതബ അലാ നഫ്സിഹിർ റഹ്മാൻ എത്ര പ്രാവശ്യം മുതലുണ്ട് ഈ സൂറത്തില്? എന്താണ്? കതബ അലാ നഫ്സിഹിർ റഹ്മാൻ ഒന്നിലധികം പ്രാവശ്യം നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ. കതബ അലാ നഫ്സിഹിർ റഹ്മാൻ ആരും ശ്രദ്ധിച്ചില്ല. എന്തായാലും ഒന്നിലധികം പ്രാവശ്യം വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കുക എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്. കതബ അലാ നഫ്സിഹിർ. സെർച്ച് ചെയ്യാനുള്ള ടൂൾ ഉപയോഗിച്ചാലും മതി. കതബ അലാ നഫ്സിഹിർ റഹ്മാൻ. കാരണം അതുകൊണ്ട് ഉപയോഗമുണ്ട്. അള്ളാഹ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ എൻ്റെ അള്ളാഹ് അവന്റെ സ്വയം അല്ലെങ്കിൽ സ്വന്തം ഗുണമായി രേഖപ്പെടുത്തിയിരിക്കുന്നു കാരുണ്യത്തെ. അപ്പൊ ഹസിറയുടെ ക്രിയാധാതു എന്താ? ഉസ്ർ. അല്ല, അങ്ങനെ വരില്ല. ഹുസർ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമല്ലേ വരുന്നത്? ദുഃഖം. ഹുസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നഷ്ടം. അതെ, ഖസറയുടെ മസ്ദറാണ് ഖുസർ. അപ്പോ അതിന്റെ ആധിക്യത്തിന്റെ രൂപം എന്തായിരിക്കും? ഖുസ്റാനും ഖുർആനും പോലെ കേട്ടോ. അപ്പൊ അതിന്റെ ഖുസ്റിന്റെ ഖസറയുടെ രണ്ട് ക്രിയാധാതുക്കൾ അർത്ഥവ്യത്യാസം. ഖസറയുടെ രണ്ട് ക്രിയാധാതുക്കളും അതിന്റെ അർത്ഥത്തിലുള്ള വ്യത്യാസവും. അത് രണ്ടും ഇതാണ് ഉസ്താദെ, ഹുസ്റും ഹുസ്റാനും. അത് തന്നെ. ഖുസ്ർ എന്നത് ഖസറ നഷ്ടപ്പെട്ടു എന്നതിന്റെ സാധാരണ ക്രിയാധാതുവാണ്. ഖുസ്റാനുൻ എന്ന് പറയുമ്പോൾ അതിന്റെ മഹാനഷ്ടം എന്ന അർത്ഥത്തിൽ ആധിക്യത്തിന്റെ രൂപമാണ്. അതേ രൂപമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ ഉള്ളത്. റഹ്മാൻ ആ രൂപമല്ല. അല്ലാതെ ആധിക്യത്തിന്റെ ക്രിയാധാതുക്കൾ എഴുതി വെച്ചോളൂ. ഞങ്ങൾ ഇപ്പോഴല്ല, ഇത് കേട്ടിട്ട് എല്ലാം എഴുതി വെച്ചാണ്. ആധിക്യത്തിന്റെ ക്രിയാധാതുക്കൾ ഇപ്പൊ പറഞ്ഞ ഒരു ഫോമാണ്. ഇത് ഖുസ്റാൻ എന്ന് പറയുന്നത് ഫോമാണ്. അപ്പൊ എന്താണ്? ഖുർആൻ എന്ന് പറയുന്ന ഫോർമാറ്റ് ക്രിയാധാതുവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. അത്ഷാൻ ക്രിയാധാതുവാണോ? അത്ഷാൻ ക്രിയാധാതുവാണോ? അല്ല. അപ്പൊ ക്രിയാധാതുവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. റഹ്മാൻ എന്താണ്? റഹ്മാനും അത്ഷാനും ഒക്കെ എന്താണ്? കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. കർത്താവിന്റെ ആധിക്യം. റഹ്മാൻ റഹീമിന്റെ ആധിക്യത്തിന്റെ രൂപമാണ് റഹ്മാൻ. അത് കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. അപ്പൊ റഹീമോ? അതും കർത്താവിന്റെ ആധിക്യത്തിന്റെ രൂപമാണ്. റാഹിമിന്റെ രണ്ട് ആധിക്യത്തിന്റെ രൂപമാണ്. ഒന്ന് റഹ്മാൻ, മറ്റൊന്ന് റഹീം.
എന്തൊക്കെയാ ഉസ്താദ് പറഞ്ഞത്? ഇപ്പൊ റഹ്മാനും പറഞ്ഞത് റഹീം, റഹ്മാനും റഹീമും എന്തിന്റെ? കർത്താവിന്റെ ആധിക്യത്തിന് രൂപം. അപ്പൊ റാഹിമാണ് കർത്താവ്. റഹിമാണ് കർത്താവ്. നമ്മൾ പഠിച്ചല്ലോ, റഹിമ സമീ അലിമ അമീല റഹിമ പഠിച്ചില്ലേ? ഉം. അപ്പോ റഹിമ കർത്താവ് റാഹിമാണ്. റഹ്മാനും റഹീമും അതിന്റെ ആധിക്യത്തിന് രൂപം. നമ്മൾ മലയാളത്തിൽ പരമകാരണികളെന്ന് രണ്ടിന് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല. പരമകാരണികനും കരുണാനിധി എന്നൊക്കെ ഉള്ളത് ഈ വക്കം മൗലവി അതേപോലെ രണ്ടും വക്കത്തുള്ളവരാണ് ഈ രണ്ട് പദപ്രയോഗങ്ങളും തുടങ്ങിയതാണ്. രണ്ടും ഏതാണെന്ന് ഞാൻ മറന്നുപോയി. എന്തായിരുന്നാലും റഹ്മാനും റഹീമും ഒന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവി, പിന്നെ ഒന്ന് വക്കം മുഹമ്മദ് മൈദീൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. മുഹമ്മദ് മൈദീൻ എന്ന് പറഞ്ഞത് അദ്ദേഹം, ഇവർ രണ്ടുപേരുമാണ് ഈ കരുണാനിധിയും പരമകാരുണികനും എന്ന പദപ്രയോഗം തുടങ്ങിയത് മലയാളത്തിൽ. രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം എന്താണ്? രണ്ടും ആധിക്യത്തിന്റെ രൂപമാണ് മലയാളത്തിൽ പറയുമ്പോൾ. പക്ഷെ അറബിയിൽ പറയുമ്പോൾ നമുക്കറിയാം റഹ്മാൻ എന്നതിന് വേറെ അർത്ഥമുണ്ട്, റഹീം എന്നതിന് വേറെ അർത്ഥമുണ്ട്. ഇൻ അസൈത്തു റബ്ബി. അപ്പൊ അസൈത്തു എന്നതിന്റെ മാവി എന്താണ്? അസാ. അപ്പൊ അതിന്റെ കർത്താവ് എന്തായിരിക്കും? ആസിൻ. ആസിൻ. അൽ ചേർന്നാൽ എന്താവും? അൽ അൽ ആസി. ജാവരണം. അൽ ആസി. അതായത് നമ്മുടെ കർത്താവിന്റെ രൂപത്തിന് ഒരക്ഷരം പോകുന്നുണ്ടെങ്കിൽ ആ അക്ഷരം തിരിച്ചു വരും അൽ ചേരുമ്പോൾ. ഹദാ യഹ്ദി ഹാദിൻ എന്ന് പറഞ്ഞു. ഹദാ യഹ്ദി ഹാദിൻ. അൽ ചേർന്നപ്പോ എന്തായി? അൽ ഹാദി. അതേപോലെ ഫത്തഹ് വരുമ്പോഴും ആ അവസാനത്തെ അക്ഷരം തിരിച്ചു വരും. ഫത്തഹ് വരുമ്പോൾ കേട്ടാ, ഹാദിയൻ മഹ്ദിയൻ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ എന്തായി? അവിടെ അൽ വരാതെ തന്നെ ഫത്തഹ് വന്നപ്പോ തിരിച്ചു വന്നു. കാരണം ഇതിന്റെ അവസാനത്തിൽ ലമ്മ് വരുമ്പോഴും കെസ്ർ വരുമ്പോഴും ആ ലമ്മിനെയും കെസ്റിനെയും ആ ദുർബലാക്ഷരത്തിന് വഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ആ ദുർബലാക്ഷരം പോയിട്ട് അതിന്റെ തൻവീൻ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കൊടുക്കുന്നത്. അപ്പൊ ഹദാ യഹ്ദി ഹാദിയുൻ എന്നാണ് വരിക. അപ്പൊ ഹാദിയുൻ വരുമ്പോൾ ആ യാക്ക് ലമ്മിനെ വഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അക്ഷരം പോയി. പിന്നെ കെസ്റിനെ വഹിക്കാൻ എന്തായാലും പറ്റില്ല. കാരണം കെസ്റാണ് ഏറ്റവും ഹെവി ആയിട്ടുള്ള അടയാളം. ഏറ്റവും ഹെവി ആയിട്ടുള്ള അടയാളം കെസ്റാണ്. അപ്പൊ കെസ്ർ എന്തായാലും വരില്ല. അപ്പൊ പിന്നെ ഫത്തഹ് വരുന്ന സന്ദർഭത്തിൽ ആ ദുർബലാക്ഷരം തിരിച്ചു വരും. അല്ലെങ്കിൽ അൽ വരുമ്പോൾ എന്തുകൊണ്ട് തിരിച്ചു വരും? അൽ വരുമ്പോൾ അദ്ദാഴി അല്ലെങ്കിൽ അൽ ഹാദി എന്ന് മാത്രമേ വരുള്ളൂ. അത് നമ്മളില്ല. ഓക്കെ. അപ്പൊ അതേപോലെ അൽ ആസി. അല്ലില്ലെങ്കിൽ ആസിൻ. അതേപോലെ ഒരു വാക്കാണ് മാലി മുലാരി എന്നൊക്കെ പറയില്ലേ? മാലി. മാലി എന്ന് പറഞ്ഞാൽ മാലിൻ എന്നായേ പറയാൻ പറ്റൂ. മാലിൻ. അല്ലില്ലെങ്കിൽ മാലിൻ. അല്ലുണ്ടെങ്കിലേ അൽ മാലി എന്ന് പറയാൻ പറ്റുള്ളൂ. പിന്നെ എല്ലാവരും അങ്ങനെ പറഞ്ഞ് പോകുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു പോവുകയാണ്. പക്ഷെ എഴുത്തിൽ വരുമ്പോ മാലിൻ ഫേല് മാലിൻ എന്നാ പറയാ. അൽ ഫേലുൽ മാലി വരുമ്പോ അൽ ഫേലുൽ മാലി വരും. അല്ലാണ്ട് മാലിയുൻ എന്നല്ല ഉസ്താദെ. മാലിയുൻ എന്ന് എഴുതാൻ പറ്റില്ല. യാക്ക് ലമ്മ് സ്വീകരിക്കാൻ പറ്റില്ല. ഹാദി പോലെ മലായംലി ഹദാ യഹ്ദി. മലായംലി കഴിഞ്ഞുപോയി, മാലിൻ കഴിഞ്ഞത്. ദാലിക്കൽ ഫൗസുൽ മുബീൻ എന്ന് പറഞ്ഞല്ലോ. ഫൗസിന്റെ മാദി എന്താണ്? ഫാസ യഫൂസു.
ഈ എംസസ്കയുടെ മാവി എന്താണ്? ഉം. എംസസ്ക എന്ന് പറഞ്ഞാൽ ഫേലിന്റെ മാവി എന്താണ്? മസ്ത മസ്സ. ഇംസസ്ക. മസ്ത യമസ്സു മസ്സ എമസ്സു. അപ്പൊ എങ്ങനെ എമസ്സു എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇവിടെ എംസസ്ക എന്ന് എഴുതിയത്? അത് അതിന്റെ സുക്കൂൻ സുക്കൂൻ എങ്ങനെ എങ്ങനെ സുക്കൂൻ വരുന്നതുകൊണ്ടാണ്. മസ്സ സുക്കൂൻ എന്ന് പറയുമ്പോൾ രണ്ടത്തെ സുക്കൂൻ വന്നപ്പോൾ അയച്ചു കെട്ടയച്ചു. ഷെഡ് അഴിക്കണം കേട്ടോ. ജസ്മ് ചെയ്യണമെങ്കിൽ ഷെഡ് അഴിക്കണം. അവസാനത്തിൽ ഷെഡുള്ള ഫേലിന് ഫേല് മുലാരിയിലാണല്ലോ ജസ്മി ചെയ്യുക. ഫേല് മാലിയിൽ ജസ്മി ചെയ്യില്ല. ഫേല് മാലി എന്താണ്? മബിനിയാണ്. ഫേല് മാലി എപ്പോഴും അന്ത്യം ഉറച്ചതായിരിക്കും. ഫേല് മുലാരിയിലാണ് ജസ്മ വരിക. അപ്പൊ ഫേല് മുലാരിന്റെ അവസാനം ഷെഡുള്ള അക്ഷരമാണെങ്കിൽ ജസ്മി ചെയ്യണമെങ്കിൽ ഷെഡ് അഴിക്കണം. അപ്പൊ മസ്സ വരുമ്പോ യംസസ്, ഇൻ യംസസ്, ലം യംസസ് എന്നൊക്കെയാ വരിക. ഇംസസ് എന്നല്ലേ മറ്റത് വരിക, അതിന്റെ അസ്ഗർ വരിക. അതെ, ഇംസസ് എന്നുള്ളതിന് പകരം മസ്സ എന്നും പറയാം. ഇംസസിന് പകരം മസ്സ എന്നും പറയാം. ഓക്കെ. അപ്പൊ അവിടെ കെട്ടഴിച്ചും കെട്ടഴിക്കാതെയും അമ്ര ഉപയോഗിക്കാം. കെട്ടഴിക്കുന്നത് അതിന്റെ കൂടെ ഒരു ഇത് വരുമ്പോഴാണോ മറ്റേ സർവനാമം വരുമ്പോഴാണ്? അങ്ങനെയല്ല. ഈ എംസസ് എന്ന് പറയാം. കാ വരുന്നത് എംസസിന് എപ്പോഴും എന്ത് ചെയ്യണം? എംസസിന് ഇത് വേണം, എന്ത് ബാധിച്ചു കർമ്മം വേണം, അതായത് ഒബ്ജക്റ്റ് വേണം, മഫ്ഊലും ബിഹി വേണം. അപ്പൊ നിനക്ക് ബാധിച്ചു എന്ന അർത്ഥത്തിൽ കാ വന്നേ ഉള്ളൂ. അല്ലാതെയും പറയാൻ പറ്റും അങ്ങനെയല്ലേ? അതെ, അല്ലാതെ വരാം. അപ്പൊ നമ്മള് മുളാഫില് പിന്നെ ഇത് പറയുമ്പോ ലം യമസ്സ എന്ന് ആണ് പറയുന്നത്. അത് കെട്ടയക്കുന്നില്ല അവിടെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? ലൻ തമസ്സ എവിടെയാണ് എവിടെ ഞങ്ങളെ ബാധിക്കില്ല എന്ന് ബനി ഇസ്രായേലർ പറയുന്നുണ്ട്. ബാധിക്കുകയില്ല എന്നല്ലേ പറഞ്ഞത്? അപ്പൊ എന്താണ് ബാധിക്കുകയില്ല എന്ന് പറഞ്ഞാല് ലമ്മാണോ? ലം വന്നാൽ മാളിയാണ്. ലം വന്നാൽ പൂർണ്ണക്രിയയുടെ അർത്ഥമാണ്. ബാധിച്ചിട്ടില്ല എന്നേ വരുള്ളൂ. അപ്പോ കമ്മ്യൂണിക്കേറ്റീവ് അറബിയില് ലിസൺ ലൻ തമസ്സന വഖാലു ലൻ തമസ്സന അന്നാറു എന്നാണ്. ലെന്നാണ്. അപ്പൊ നമ്മൾ ചില സ്ഥലത്ത് ഗ്രാമർ കിട്ടിയാൽ അർത്ഥം കിട്ടും. ചില സമയത്ത് അർത്ഥം കിട്ടിയാൽ ഗ്രാമർ കിട്ടും. അപ്പൊ ബാധിക്കുകയില്ല എന്നാണ് വരുന്നതെങ്കിൽ ലെന്നേ വരുള്ളൂ. അപ്പൊ ലെൻ വന്നാൽ എന്ത് ചെയ്യണം? അവസാനത്തില് ജസ്മാണോ നെസ്ബാണോ? നെസ്ബാണ്. അപ്പൊ നെസ്ബിന് പ്രശ്നമൊന്നുമില്ല. ലൻ തമസ്സന. അത് നമ്മള് മറ്റേ കമ്മ്യൂണിക്കേറ്റ് അറബിക്കില് മറ്റേ മുളഅഫ് എന്ന് പറയുന്ന പഠിച്ചപ്പോഴെല്ലാം യമസ്സ ലന്നും ലമ്മനും ഒരേമാതിരി എല്ലാം യമസ്സ ലൻ യമസ്സ അങ്ങനെ പറഞ്ഞു. അതൊന്നുമില്ല, ഒന്ന് മാർക്ക് ചെയ്തിവിടെ ഞാൻ നോക്കാം. സെക്കൻഡ് രണ്ടാമത്തെ. അതായത് ശ്രദ്ധ അഴിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട്? ലം വരുമ്പോൾ എന്തുകൊണ്ടാണ് ശ്രദ്ധ അഴിക്കേണ്ടി വരുന്നത്? ജസ്മി ചെയ്യുമ്പോൾ അവസാനത്തിൽ സുക്കൂൻ കൊടുക്കണം. അവസാനത്തിൽ സുക്കൂൻ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഷെദ് വന്നാൽ ഷെദ്ദാണെങ്കിൽ ഒന്നാമത്തേന് സുക്കൂന്, രണ്ടാമത്തേന് അടയാളമാണ്. യമസ്സ അല്ലെങ്കിൽ യമസ്സു എന്ന് വന്നാൽ അതിന്റെ അർത്ഥം യമസ്സു എന്നതിന് യംസസു എന്നാണുള്ളത്. യംസസു എന്നത്. അപ്പൊ ഈ ഷെദ്ദിട്ട് എഴുതിയാൽ എന്തായി? ആദ്യത്തേന് സുക്കൂനും രണ്ടാമത്തേന് അടയാളം യമസ്സ എന്നാണ്. അപ്പോ ലം കടന്നു വന്നാൽ എന്ത് ചെയ്യും? അവസാനത്തേന് ജസ്മി സുക്കൂൻ കൊടുക്കണമെങ്കിൽ ജസ്മി ചെയ്യുമ്പോ മാലിയില് എന്താണ് മുഫ്രദിലാണെങ്കിൽ എന്ത് ചെയ്യണം? സുക്കൂൻ കൊടുക്കണം. യഫ്തഹു എന്നുള്ളത് ലം യഫ്തഹ് എന്ന് വരും, അവസാനം സുക്കൂൻ. അപ്പോ യമസ്സു എന്നുള്ളതിന് ആദ്യത്തിന് ഓൾറെഡി സുക്കൂനാണ് ഷെദ് കൊടുത്ത് എഴുതിയുണ്ട്. ഷെദ് കൊടുത്താൽ ആദ്യത്തിന് സുക്കൂൻ, രണ്ടാമത്തിന് അടയാളമാണല്ലോ.
അപ്പോ യമസ്സു എന്ന് പറയുമ്പോൾ ആദ്യത്തേന് സുക്കൂൻ രണ്ടാമത്തേന് ലമ്മാണ്. അപ്പൊ ലം വന്നാൽ എന്തായി? ലം യമസ്സു എന്ന് പറയാൻ പറ്റുമോ? ലമ്മു അവിടെ ലമ്മുമാറ്റി സുക്കൂൻ കൊടുക്കണ്ടേ? അപ്പൊ ആദ്യത്തേന് സുക്കൂൻ രണ്ടാമത്തേന് സുക്കൂൻ വരും. അതുകൊണ്ട് അതിന്റെ ഒറിജിനലിലേക്ക് മാറ്റും. ഒറിജിനലിലേക്ക് മാറ്റിയിട്ട് അപ്പൊ ഒറിജിനലിലേക്ക് മാറ്റുമ്പോ യഫ്തഹു എന്നുള്ളത് ഫത്തഹ യഫ്തഹു ആണെങ്കിൽ എന്താണ്? ആ ഫത്തഹ അത് മുകളിലത്തെ അതിന്റെ യഥാർത്ഥ അക്ഷരത്തിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് യം സ സു എന്ന് വരും. യം സ സു. അപ്പൊ ഇൻ വന്നപ്പോ ജസ്മി ചെയ്യുമ്പോഴത്തേക്ക് എന്തായി? എംസസ് എന്നായി. അതാണ് എന്റെ കാരണം. പിന്നെ മറ്റേ അവിടെ എന്താണ് പറഞ്ഞെന്നുള്ളത് എന്നോട് നോക്കാം. അതൊന്ന് മാർക്ക് ചെയ്ത് വിട്ടാൽ. അക്സാമുൽ ഫീൽ അറിഞ്ഞാണ്ട് ലാസ്റ്റ് പറഞ്ഞിരുന്നല്ലോ. സെക്കൻഡ് അക്സാമുൽ ഫീൽ അറിഞ്ഞ ഒരു പേജ്. അതെ, നമ്മള് എന്തായാലും ചർച്ച ചെയ്ത സമയം കളഞ്ഞാൽ വരെ അത് മാർക്ക് ചെയ്ത് വിട്ടാല് ഞാൻ നോക്കിയിട്ട് എന്ത് ചെയ്യാം, അനുസരിക്കാം. ഒരു 3 അദ്ദ യൗദു ലൻ യൗദ ലം യൗദ ഉദ്ദ ശമ്മ. അല്ല അത് എല്ലാവരും കൂടെ കൺഫ്യൂഷൻ ആവും. കമ്മ്യൂണിക്കേറ്റീവ് അറബിക് 3-ാം ഭാഗം പഠിക്കാത്ത ആൾക്കാരുണ്ടാവും. 3 2 ഞങ്ങൾ 3ക്ക് കയറിയിട്ടുള്ളൂ. ഞാൻ 3-ല് കയറിയിട്ടുള്ളൂ ഇപ്രാവശ്യം. 2-ലുള്ളതാണല്ലേ? ഓക്കെ. അതെ, ഇവരൊന്നും 2 പഠിച്ചിട്ടില്ല പലരും. ഇപ്പൊ ചേർന്നവരേ ഉള്ളൂ. ചിലരിപ്പൊ ചേർന്നേ ഉള്ളൂ 2-ല്. കാഷിഫിന്റെ മാവ് എന്താണ്? മുലാരിയെ എന്നുള്ളതിന്റെ മിസാസ് എന്നൊരു നിങ്ങളിപ്പോ അത് നോക്കിയാണ് കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് നോക്കിയാണ്? അല്ല ഇപ്പൊ എന്താ അതിൽ പോകണ്ട, കാരണം എല്ലാവരും അത് പഠിച്ചവരല്ല. അതുകൊണ്ടാണ് അപ്പൊ നമ്മള് ലേൺ ബൈ എക്സാമ്പിൾ എന്ന് പറഞ്ഞ പോലെ ഈ എക്സാമ്പിൾ പഠിക്കുമ്പോൾ പിന്നെ ബാക്കിയുള്ളത് പിന്നീട് മനസ്സിലാക്കും. അപ്പൊ ഇത് പഠിച്ചാൽ ഇത് മനസ്സിലാക്കിയവർ അങ്ങനെ പഠിച്ചു വയ്ക്കുക. കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ വരുമ്പോഴത്തേക്ക് എന്തായി? കമ്മ്യൂണിക്കേറ്റീവ് അറബിക്കിൽ ആമായിട്ട് ഉറപ്പിച്ച് ലോകത്ത് കംപ്ലീറ്റ് മസ്ബൂത്താക്കുകയാണ്. അപ്പൊ കാശ്മീരിന്റെ അർത്ഥം എന്താണ്? വെളിവാക്കുക, നീക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? ഇവിടെ നീക്കലാണ്. വെളിവാക്കുക എന്ന അർത്ഥം വരാൻ കാര്യം അത് നീക്കിയാൽ വെളിവാകും. കർട്ടൻ അങ്ങോട്ട് നീക്കാൻ പറഞ്ഞാൽ സംഭവം വെളിവാകും. ഷഹീദിനെ കുറിച്ച് പഠനം നടത്തിയല്ലോ എല്ലാവരും. ഷഹീദിനെ കുറിച്ച് ഒരു പഠനം ഖുർആൻ അടിസ്ഥാനമാക്കി നടത്താം. നമ്മളന്ന് പറഞ്ഞില്ല ക്ലാസ് എടുക്കാൻ നേരത്തെ ഷഹീദ് എന്തർത്ഥത്തിലാണ് ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത്? ജീവിച്ചിരിക്കുന്നവരുടെ സാക്ഷ്യപ്പെടുത്തല്, സാക്ഷി എന്നായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ സാക്ഷിയായിട്ട് ഫിസിക്കലി സാക്ഷിയായിട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. വ്യക്തിയെ സാക്ഷിയായിട്ട് കൊണ്ടുവരുക. ഫസ്തശ്ഹിദു ഷഹീദൈനി, സാക്ഷിയായിട്ട് ആളെ കൊണ്ടുവരണം എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ പിന്നെ 2 സ്ഥലത്ത് മാത്രമേ അതില് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാതെയുള്ളൂ. അത് ഉലായിക്ക് മാലദീൻ അന്നമല്ലാഹു അലൈഹി, അത് നിങ്ങൾ പരലോകത്തിൽ ഷഹീദിനോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞെടുത്ത് അത് ഏത് ഷഹീദാണ് എന്നത് മാത്രമേ അറിയാതെയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും ഷഹീദ് സാക്ഷിയാണെങ്കിൽ ഈ പറഞ്ഞ 2 സ്ഥലത്തും സാക്ഷിയായിരിക്കും. അപ്പോ സാക്ഷി എന്നതുകൊണ്ട് മൊത്തം ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചാൽ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കലാണ്
രക്തസാക്ഷിത്വം വഹിക്കുന്നതിനേക്കാളും എന്നുള്ളത് പ്രയാസമായിട്ടുള്ളത്. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക യുഗത്തിൽ പ്രത്യേകിച്ച് ഇറങ്ങി പുറപ്പെട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഓക്കെ, ചത്ത് മരിച്ച് എന്ന് വിചാരിച്ചു പോയാൽ ജീവിതം പണയം വെക്കാൻ എളുപ്പമാണ്, ജീവൻ മരണ പോരാട്ടം നടത്താൻ എളുപ്പമാണ്. പക്ഷെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് വർഷങ്ങൾ, അല്ലെ, അത്രയും മെനക്കെട്ട സംഭവമാണ്. ബലഗയുടെ ക്രിയാധാരം എന്താ? ബലഗ ഉസ്താദ് പറഞ്ഞോ. എത്ര കുല്ലുണ്ടെന്ന് നോക്കുക കേട്ടോ. നേരത്തെ എത്ര ഉണ്ടെന്ന് നോക്കാൻ പറഞ്ഞില്ലേ? ഏത് കത്തബാല നഫ്സിഹിർ റഹ്മ എന്നത് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് ചോദിച്ചു. അതേപോലെ ഇതിനകത്ത് എത്ര കുല്ലുണ്ടെന്ന് പറഞ്ഞു എന്ന് നോക്കുക. സൂറത്തുൽ അൻആമിൽ എത്ര കുല്ലുണ്ട്? കൊല്ല് കുറേ ഉണ്ട്. ഇതിലെന്നെ ഈ സെന്റൻസിൽ രണ്ടെണ്ണയില്ലേ? അതെ. അപ്പൊ അതെന്തിനാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം. ബരീഇന്റെ എന്താണ്? ബരീഇന്റെ മാവി എന്താണ്? ഏതാണ്? ബരീഉൻ. ബറആനാണോ? ഫഖദ് ബറഅ മിൻ സിമ്മത്തില്ലാഹി എന്നൊക്കെ പറഞ്ഞിട്ട് ഹദീസ്. ബറഅ യബ്രിഉ ആണോ വരിക? യബ്റഉ. ബരീഉൻ. അതേപോലെ അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. എന്തിനെ കുറിച്ച് അറിയുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. കമാ യഅരിഫൂന അബ്നാഅഹും എന്ന് പറഞ്ഞാൽ എന്താണ്? മക്കളെ അറിയുന്നത് പോലെ നബിയെ യഅരിഫൂനഹു, നബിയാണെന്നുള്ളത്, നബിയെ അറിയുക. ആ, പിന്നെ അങ്ങനെ ഒറ്റ അഭിപ്രായം മാത്രമേ ഉള്ളൂ? അല്ലെങ്കിൽ പിന്നെ ഖുർആൻ, ഖുർആനിലെ അല്ലെങ്കിൽ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമർപ്പിക്കുന്ന പ്രബോധനത്തെ, ഈ പറയുന്ന വസ്തുതകളെ അവർക്ക് മക്കളെ അറിയുന്ന പോലെ അറിയാം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോ ഉസ്താദെ നബിയെയും നബിയുടെ പ്രവാചകത്വത്തെയും ഗ്രന്ഥത്തെ കുറിച്ചും എല്ലാം ആകാം. നബിയെ കുറിച്ച് വ്യക്തിപരമായി അവർക്ക് എന്തായാലും അറിയാമല്ലോ. അതേപോലെ നബി കൊണ്ടുവന്ന തത്വത്തെക്കുറിച്ചും നബി കൊണ്ടുവന്ന് പറഞ്ഞു കൊടുക്കുന്ന ഖുർആനെ കുറിച്ചും അവർക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയാം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അളുലമു അമൻ അളുലമു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏറ്റവും വലിയ ഏറ്റവും വലിയ അക്രമം. അപ്പൊ അർത്ഥം ലാമിന് കെസറിട്ടാലോ? ലാമിന് കെസറിട്ടാലോ? തണലോ? അല്ല, എന്താണ് ലാലിമൻ അവലമോ? ലാമിന് കെസറിട്ടാൻ ഉസ്താദെ വാക്ക് പറയണം. വാക്ക് പറഞ്ഞു നോക്ക്. ലാമിന് കെസറിട്ട് നോക്ക്. എന്താ അർത്ഥം? തണൽ നൽകുക എന്നർത്ഥം വരുമോ? ആണോ? തണലിന് മീമുണ്ടോ നോക്കിയേ. മീമുണ്ടോ? ലാമിന് കെസറിട്ടാൽ
ലലമ പട്ടിക പറഞ്ഞു നോക്കിയോ? വലമ യളിലിമു അക്രമം കാണിച്ചു. ഞാൻ അക്രമം കാണിച്ചു. ഞാൻ അക്രമം കാണിച്ചു. ശരിയാണ്. ഞാൻ എന്താണ്? ആക്രമിച്ചു. ഞാൻ ആക്രമിച്ചു. ഞാൻ അക്രമം ചെയ്തു. ആക്രമിക്കുന്നു. ഞാൻ അക്രമം ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യും. ആക്രമിച്ചു. ഉം. അപ്പൊ അലിലിമു അക്രമം ഞാൻ ചെയ്യും അല്ലേ? വ്യത്യാസം കുറച്ചോനെ. അവലമു ഏറ്റവും വലിയ അതിക്രമി. അവലിമു വരുമ്പോ ഞാൻ അക്രമം അക്രമം ചെയ്യുന്നു. ചെയ്യും. രണ്ടും അല്ലാ, ഒരു ഇത് മാറുമ്പോ തന്നെ ശ്രദ്ധിക്കില്ല കേട്ടോ അത്. അപ്പൊ കെദിബിന്റെ ഇവിടെ കാണുന്ന ഇഫ്തറ അലല്ലാഹി കെദിബൻ എന്ന് പറഞ്ഞത് കെദിബിന്റെ മാവി എന്താണ്? കസബ. കഥബ കദബ. കഥബ യക്സിബ്. യൗമ നഹ്ശുറുഹും ജമീഅൻ. നഹ്ശുറു എന്ന് പറഞ്ഞില്ലേ? നഹ്ശുറു എന്താ അർത്ഥം? ഹഷറ യഹ്ശുറു ഒരുമിച്ച് കൂട്ടുക. അപ്പൊ ഇതിന്റെ ഇസ്മ മക്കാൻ പറഞ്ഞ് ഇസ്മ മക്കാൻ മഹ്ശറത്ത്. മഹ്ശറ. മഹിഷറയല്ല മഹിഷർ. മഹിഷറ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സാധാരണ പറയണത്. പറയുന്ന രൂപമാണ്. അതെ. പറയുന്ന രൂപമാണ് മാഷറ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയുടെ പേരെന്താ? ആരുടെ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ ഹാജറ അല്ല ഹാജർ. ഹാജർ അലൈഹിസ്സലാം. അതൊക്കെ ഉച്ചാരണ വൈകല്യങ്ങളായി പോയതാണ്. അതുപോലെ മഹ്ശർ അവിടെ ഒന്നും തായില്ല. അത് ഇസ്മായതുണ്ടല്ലോ. എങ്ങനെ ഇസ്മായതുകൊണ്ട്? എങ്ങനെ തായില്ല? തായില്ലാതെ ഇസ്മായിക്കൂടെ? അപ്പൊ ഹാജറു എന്നല്ലേ വരിക? ഹാജർ ഹാജറു നമ്മിട്ടാൻ ഹാജറു. സൈനബിൻ എന്നാ പറയാ നമ്മൾ സാധാരണ മലയാളത്തിൽ ഇവിടെ അവസാനത്തെ അക്ഷരം ബായല്ലേ ഉള്ളൂ. സൈനബ് എന്നേ പേരുള്ളൂ. പിന്നെ അതിന് 10 വരുമ്പോ ബായിട്ടു, ലം വരുമ്പോ സൈനബു. 10 ലം മാറിയില്ലെങ്കിൽ മാറാനുള്ള കാരണം വന്നില്ലെങ്കിൽ സൈനബു ലമ്മാണ് വരേണ്ടത്. നമ്മള് പേര് വിളിക്കുമ്പോ സൈനബ്. നുജൂമു എന്ന് പേരിട്ട് നുജൂമു എന്നല്ല വിളിക്കുന്നത്. നുജൂം എന്നല്ല വിളിക്കുന്നത്. പക്ഷെ സൈനബാന്നേ വിളിക്കുള്ളൂ. സൈനബ് എന്ന് വിളിക്കാറില്ല. സൈനബ് എന്ന് പേരിട്ടാൽ സൈനബ് എന്ന് വിളിക്കും. സൈനബാന്ന് നിങ്ങൾ പേരിടുന്നോണ്ട് സൈനബാന്ന് വിളിക്കുന്നു. അല്ല, നമ്മൾ കേട്ടുവരുന്ന അങ്ങനെയല്ലേ? അല്ല, കേട്ടുവരുന്നത് നിങ്ങൾ സൈനബ എന്ന് ഉമ്മ പേരിട്ടതുകൊണ്ടാണ്. അവർക്ക് ആ കുട്ടിക്ക് എന്ത് ചെയ്തു? സൈനബ എന്ന് പേരിട്ടു, അതുകൊണ്ട് സൈനബ എന്ന് വിളിക്കുന്നു. സൈനബ് എന്ന് പേരുള്ള ഒരുപാട് ആൾക്കാരില്ലേ? മറിയം എന്ന് വിളിക്കുന്നത് മറിയം തന്നെ വിളിക്കുക. മറിയം എന്നിട്ടാ മറിയം തന്നെ വിളിക്കും. അത് ശരിയാണ്. ഈ സൈനബ് എന്ന് പേരിട്ടാ സൈനബ് എന്ന് തന്നെ വിളിച്ചോളൂ. നമ്മള് ഫാത്തിമ എന്നുള്ള അവസാനം പാത്തു എന്നല്ലേ വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ഒരുപാട് പാത്തുമ്മമാരുണ്ട്. പാത്തുമ്മ എന്നാണ് വിളിക്കുക. അന്ന് കുറെ കാലത്ത് ഉമ്മ ചേർത്തിട്ടായിരുന്നു പേരിടുക. ഫാത്തിമ ഉമ്മ എന്നാണ് പേരിടുക. ഫാത്തിമ ഉമ്മ. അപ്പം അവസാനം പിന്നെ പാത്തുമ്മ എന്നായി. പിന്നെ പാത്ത ഉമ്മ എന്ന് വിളിക്കുന്നവരുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വൈകല്യങ്ങളൊരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. ഇപ്പൊ സൈനബ് എന്നായി. ഹസൻ എന്നുള്ളതിന് അത്തനെന്നറിയാം. എങ്ങനെ? ഹസൻ വേറെ ഹസൻ വേറെ. അല്ല, ഹസൻ എന്നുള്ളതിന് ഇവിടെ പറയുന്ന ഷെദ്ദിട്ടാ പറയുന്നത്. ഷെദ്ദിട്ട് പറയും. അല്ല, അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഹസൻ എന്ന് എഴുതിയപ്പോഴത്തേക്ക് ആൾക്കാർ ഇംഗ്ലീഷിൽ എഴുതുന്നവരും എന്ത് ചെയ്തു? ഡബിൾ എസ് ഇട്ട് എഴുതി പോയത്. അത് എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? ആ ഡബിൾ എസ് ഇട്ടിട്ട് പിന്നെ അങ്ങനെ വായിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ല എങ്ങനെ എഴുതണമെന്ന്. അപ്പൊ എഴുതുന്നവര് അങ്ങനെ എഴുതും. എഴുതിട്ട് പിന്നെ അതേപോലെയാണ് ശരിയെന്ന് വിചാരിക്കും. തസഅമൂന്റെ മാർഗം എന്താണ്?
സഅമ. زعم ജാമ. زعم الذين كفروا ഉം. സഅമയ്ക്ക് രണ്ടു തരം മീനിങ് ഉണ്ട് ഉസ്താദെ. പറയ്. ജൽപ്പിച്ചു അല്ലെങ്കിൽ വാദിച്ചു, പിന്നെ എന്താണ് തീരുമാനിച്ചു എന്നുണ്ടോ? രണ്ടർത്ഥം. അതെ, അവകാശപ്പെട്ടു. തീരുമാനിച്ചെന്ന് അർത്ഥമുണ്ട് കേട്ടോ. ജാമ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇതിലല്ലേ വരുന്നേ, കോണ്ടസ്റ്റിലല്ലേ വരിക? വ്യത്യസ്തമായ കോണ്ടക്സ്റ്റിലേ വരുള്ളൂ. അക്കിന്നത്ത് എന്താണ്? അക്കിന്നത്ത് മൂടി കട്ടി മൂടി ആ. മൂടി 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 മൂടികള് ഇംഗ്ലീഷിൽ എന്ത് പറയും? മൂടി കവറ്. മൂടി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അത് ഫെയിലായിട്ടും വരാം, ലിഡ് ആ നൗണായിട്ടും വരാം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ലിഡ് കിന്നത്തിന്റെ ആ മീനിങ് എന്താണ്. ലിഡ്. കവർ ലിഡ്. ആ വേറൊരു വാക്കുകൂടെ ഉണ്ട്. അക്കിന്നത്തിന്റെ കവറ്. ഏകോചനം തന്നിട്ടുണ്ട്. അക്കിന്നത്തിന്റെ ഏകോചനം തന്നിട്ടുണ്ട്. അക്കിന്നത്തല്ലേ ഏകവചനം? അക്കിന്നത്തിന്റെ ഏകോചനം എന്താ? കിന്നുൻ. കിണ്ണത്തല്ല അല്ല, കുലൂബ് എന്ന് പറഞ്ഞത് കൊണ്ട് എന്തായില്ല? ഏകോചനം ആവില്ല. അത് ഞാൻ അല്ല കുലൂബിഹിം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുണ്ട്? അക്കിന്നത്തുണ്ട്. എന്തുണ്ട്? ബഹുവചനാണോ ഏകോചനാണോ? കിന്നുൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുണ്ട്? ഏകോചനാണോ ബഹുവചനാണോ? ബഹുവചനം. മൂടികളാണ്. മൂടികളും ബഹുവചനം. ആ മൂടികളുണ്ട്. അപ്പൊ ഏകവചനം ആരോ ഒരാൾ പറഞ്ഞല്ലോ. കിന്നുൻ ആ കിന്നുൻ. കിന്നത്തിന്റെ ക്രിയ എങ്ങനെ കൽബ് വരിക? കൽബ് വന്നപ്പോ എന്തെല്ലാം മാറി? രണ്ടക്ഷരം മാറിയില്ലേ? അല്ലല്ല, അത് വേറെ മറ്റേ ആദ്യം പറഞ്ഞ ആകെ അതിന്റെ തെറ്റിപ്പോയി. ഉരൂപന്റെ അത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആയി. കുലൂബിനെ കുറിച്ചല്ല പറഞ്ഞ അക്കിന്നത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്തുണ്ട് എന്നാണ് ഞാൻ ചോദിച്ചത്. അത് ഹൃദയങ്ങൾ എന്ന് ബഹുവചനം പറഞ്ഞതുകൊണ്ട് അക്കിന്നത്ത് ബഹുവചനായിരിക്കണം. ആ അപ്പൊ അതിന്റെ ഏകവചനം കിന്നിനാണ്. പിന്നെ കിന്നിന് വേറൊരു വാക്കുകൂടെ കുറെ ഈ സൂറത്ത് തന്നെ പഠിച്ചിട്ടുണ്ട്. ആ കിന്നുൻ ഉസ്താദ് എഴുതിയെന്നുണ്ട്. ആ കിന്നു കിന്നൊന്നല്ല, കിന്നുൻ. ഇത് തന്നെ ഞാൻ നോക്കിയിട്ടാ പറയുന്നത്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. കിന്നിനും തന്നിട്ടുണ്ട്. കിന്നിന് അക്കിന്നത്തിനും തന്നിട്ടുണ്ട്. അതിന് രണ്ടുപേരുടെ താഴെ അതിലപ്പുറത്ത് ഉണ്ട്. ഇതേ ആയത്ത് തന്നെ ഉണ്ട്. ജഅല ഖുലൂബിഹിം അക്കിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖ്റൻ. അപ്പൊ അത് തന്നെയാണ് ഇതും. വഖ്റിന് എന്താ അർത്ഥം? പോർക്ക് പോലെയുള്ള സാധനം, മൂടി. ആ ഇപ്പൊ 25 ആയപ്പോഴത്തേക്ക് നമ്മൾ എത്ര ക്ലാസ്സായി? 3 ക്ലാസ്സായി അല്ലേ? ഇഷാബത്തുൻ മൂടി അർത്ഥം ഇത് വരും. ഋഷാബത്ത് മൂടി. ഋഷാബത്താണ് കിന്നിനോട് അടുത്ത് നിൽക്കുന്നത്. ഇഷാവത്തോടെ കണ്ണിന്റെ ഒരു മൂടിയല്ലേ വരുന്നത് പറഞ്ഞത്? അതെ ബക്കറയിലുള്ളത്. അതെ, കിന്നിനോട് അടുത്ത് നിൽക്കുന്നതാണ്. വക്ർ എന്ന് പറയുമ്പോഴത്തേക്ക് തിരികെ അടയ്ക്കുന്ന സാധനം. എന്തുകൊണ്ട്? ചെവിയിൽ ഹോൾ ഉള്ളതുകൊണ്ട് അത് തിരികെ അടയ്ക്കുന്ന സാധനമാണ് വക്ർ. അപ്പൊ ഉള്ളിലേക്ക് ഇടാൻ പറ്റിയതാണ്. മറ്റേതാണ് റഷിയ, ആവരണം ചെയ്തു. കിന്നും എന്താണ്? ആവരണം ചെയ്യുന്നതാണ്, അങ്ങനെ മൂടുന്നതാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കിന്നിന്റെ ബഹുവചനമായിട്ട് ഇതെല്ലാം പറയാം. കിന്നുൻ മൂടി, വക്റുൻ മൂടി, ഋഷാവത്തുൻ മൂടി. അതെ. എൻ ഔനയുടെ മാവ് എന്താ? എന്താ അർത്ഥം? വിരോധിച്ചു. വിരോധിച്ചെന്നാ? നിങ്ങൾ അക്ഷരം നോക്കിയിട്ടല്ല അർത്ഥം പറയുന്നത്. അർത്ഥം പറയുമ്പോൾ എപ്പോഴും അക്ഷരം നോക്കിയിട്ട് അർത്ഥം പറയാം.
നെഹാ വിലക്കപ്പെട്ടു. അതെ, അക്ഷരം നോക്കിയിട്ടാണ് അർത്ഥം പറയേണ്ടത്. ഇവിടെ എന്താണ് എൻ ഔൻ എന്നല്ലേ പറഞ്ഞത്? ആ രണ്ടാമത്തെ വാക്ക് എൻഹൗനല്ല, രണ്ടാമത്തെ വാക്ക് കേട്ടോ. വഹും എൻഹൗന എന്ന് പറഞ്ഞതല്ല, വഹും എൻഹൗൻ അൻഹു എൻ ഔന ആ പറഞ്ഞത് എൻ ഔന രണ്ടാമത്തെ നെ ആ എൻ ആ ഔൻ. ഞാൻ നെഹാടെ ആരുടെ അർത്ഥം എന്താ? വിലക്കി. നെ ആ രണ്ടാമത്തെ വാക്കെന്ന് പറഞ്ഞില്ലേ, എൻഹൗന അല്ല, എൻ അകറ്റി ഔന്. അകറ്റിയാണ് അകറ്റിയതല്ല, വിലക്കി. അകന്നു നിന്നു അകന്നു, എന്നുള്ളതല്ല ഉസ്താദെ. അകന്നു നിന്നു. അകന്നു നിക്ക, ഒഴിവായി അകറ്റി എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹി ആവശ്യമുള്ളതാണ്. അകന്നു എന്ന് പറയുമ്പോൾ മഫ്ഊൽ ബിഹി ആവശ്യമില്ലാത്തതാണ് കേട്ടോ. അപ്പോ ഇവിടെ എന്താണ്? അകന്നു, മഫ്ഊൽ ബിഹി അകന്നു. ആവശ്യം, അയാൾ സ്വയം അകന്നു വന്നു. അകന്നു. നഹ എന്ന് പറഞ്ഞാൽ വേറൊരാളെ വിലക്കി, നഹ എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം അകന്നു നിന്നു. അപ്പൊ രണ്ടും ഒരുപോലെയുള്ള അർത്ഥം ഇവിടെ തന്നെയാണ്. രണ്ടും ഒരുപോലെയുള്ള അർത്ഥമല്ല, അല്ല, രണ്ടും അത് മാത്രമേ ചെയ്തവരാണ്. വ്യത്യാസമുള്ളൂ. ട്രാൻസിറ്റീവ് ആൻഡ് ഇൻട്രാൻസിറ്റീവ് എന്നുള്ള വ്യത്യാസം മാത്രം. അകറ്റി അതെ അതെ നിർത്തി. അതെ. അല്ലല്ല, നഹ എന്ന് പറഞ്ഞാൽ വിലക്കി, തടഞ്ഞു എന്നാണ്. ആ വിലക്കി, തടഞ്ഞു. നഹ എന്ന് പറഞ്ഞാൽ അയാൾ അകന്നു നിന്നു. നഹ വിലക്കി, തടഞ്ഞു. അമ്രന്റെ ഓപ്പോസിറ്റ്, കൽപ്പിച്ചു. നഹ എന്ന് പറഞ്ഞാൽ സ്വയം അകന്നു നിന്നു. ഇത് വുക്കിഫു എന്ന് പറയും. ഈ വുക്കിഫുവിന്റെ മഅറൂഫ് എന്താണ്? വഖഫ യഖിഫു. അപ്പം മഅറൂഫും മജ്ഹൂലും ചോദിച്ചാൽ തിരിച്ചും മറിച്ചും പറയാൻ അറിയാണ്ട് സംഭവം എന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ? ഇൻഷാ അല്ലാഹ് അറിയാൻ ആക്റ്റീവ് തോന്നണം. വോയിസ്, സാധാരണ ക്രിയ, നമ്മൾ ആദ്യം പഠിച്ച സാധാരണ ക്രിയയാണ് മഅറൂഫ്, അതാണ് അറിയപ്പെട്ടതെന്ന് പറയുന്നത്. മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെട്ടത്. മഅറൂഫ് മജ്ഹൂൽ എന്ന് പറഞ്ഞാൽ കർത്താവ് അറിയപ്പെടാത്തത് അഥവാ കർമ്മണി പ്രയോഗം. ജന്നബ എന്ന് പറഞ്ഞാൽ അകറ്റി എന്നല്ലേ? അത് ജനബ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനബ എന്താണ്? ജന്നബ അകറ്റി, തജന്നബ അകന്നു. തജന്നബ ആകുന്നു കേട്ടാ. ഇവിടെ തജന്നബയുടെ അർത്ഥമാണ്. നഅ എന്ന് പറഞ്ഞാല് തജന്നബയാണ്. ഓർമ്മ വന്നില്ല. സർ 8 മണി കഴിഞ്ഞു, 8:05 കഴിഞ്ഞു. ഓക്കെ. ടൈം കീപ്പർ അവിടെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ നിർത്താൻ പോയാണ്, 3 ക്ലാസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പൊ 3 ക്ലാസ്സിൽ ഒരു 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 1-2 ആയത്തൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കില്ല. അപ്പൊ 1-2 ദിവസം കൂടെ നമുക്കിത് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം ഇതേപോലെ നല്ല കുറച്ചുകൂടെ സ്പീഡ് പോകണം. അപ്പൊ നമ്മളിതിന്റെ സമ്മറി കിട്ടിയ പോയിന്റുകൾ നമ്മൾ അയച്ചു തരാം. അതേപോലെ പോയിന്റുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കിയിട്ട് പോയിന്റ് ഇടുക എന്ന് പറഞ്ഞാൽ 1-2 വാക്യത്തിലാണ് പോയിന്റ് ഇടേണ്ടത്, പാരഗ്രാഫ് അല്ല പോയിന്റ് കേട്ടോ. എന്നിട്ട് അസൈൻമെന്റ് ഗ്രൂപ്പിൽ ഇടണം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിൽ ചിന്തിക്കാനും പഠിക്കാനും പാഠം ഉൾക്കൊള്ളാനും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാനും തൗഫീഖ് ചെയ്യട്ടെ. എന്താ പറഞ്ഞു? ഒരു സംശയം, മഹിയായ എന്നുള്ളതിന്റെ ഹയ്യ യഹ്യ എന്നല്ല അതിന്റെ? അതെ, മഹിയായ. അതെ, മഹിയ എന്ന് ഉപയോഗിക്കും കേട്ടോ. ഹയാത്തിന് മഹിയ എന്ന് ഉപയോഗിക്കും. മഹിയായ എന്ന് പറഞ്ഞപ്പോ എന്തായി? യാ മുത്തക്കല്ലിമിലേക്ക് ചേർത്തു. മഹിയ എന്നതാണ് പദം. മഹിയ, ഹയാത്തിന് പകരം മഹിയ എന്ന് ഉപയോഗിക്കും. മഹിയ യാ എന്ന് പറയുന്നത് യാ ഉൽ മുത്തക്കല്ലിമിലേക്ക് ചേർത്തതാണ്. കിതാബിയ എന്ന് പറയുന്നത് പോലെ. ഇതല്ലേ? അല്ല, അവിടെ ഫത്തഹ് വന്നത് അതുകൊണ്ടാണ്. ഫത്തഹ് വന്നത് യാ ഉൽ മുത്തക്കല്ലിമിന് ഫത്തഹ് കൊടുക്കുന്ന ഒരു നിയമമുണ്ട്. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയണ്ട, പിന്നെ പറയാം. ചർച്ച ചെയ്തിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. യാ ഉൽ മുത്തക്കല്ലിമിന് ഫത്തഹ് വരുന്ന സന്ദർഭങ്ങൾ വേറെ ഉണ്ട്. പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ പറയാം. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓർമ്മിക്കുക. പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഇല്ല പറഞ്ഞിട്ടുണ്ടാവില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം പറയാം.
അത് അടുത്ത പ്രാവശ്യം പറയാം. ലാസ്റ്റ് വരുന്ന ആയത്താണ് മഹിയായോ മമത്തി അല്ല, റബ്ബില്ലാലം. ഇതിലല്ല, ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. ഉം. പക്ഷേ മുൻപ് ഏതെങ്കിലും ചില ക്ലാസ്സിൽ ഈ യാൽ മുത്തക്കല്ലിമിന് ഫത്തഹ വരുന്ന സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഓർമ്മ. ഏതെങ്കിലും ക്ലാസ് വരുന്ന നിങ്ങളുള്ള ക്ലാസ്സിലാവും. നിങ്ങളുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. ഏതോ ഒരു ക്ലാസ് പറഞ്ഞിട്ടില്ലേ? ഇല്ല തോന്നുന്നുണ്ട്. അത് നമുക്ക് പറയാം, അടുത്ത പ്രാവശ്യം പറയാം. ഇതിൻ്റെത് ഹയ്യാന്നല്ല, ഹയ്യ യഹ്യ എന്നല്ല ഇതിൻ്റെത് വരുന്നത്. അതെ, യഹിയ എന്നതാണ്. അതേപോലെ അതിന് ഹയാത്ത് എന്ന് പറയുന്ന വാക്കിന് പിന്നെ മഹിയ എന്നും ഉപയോഗിക്കും. മീം ഉപയോഗിച്ചിട്ടും നമ്മള് ക്രിയാധാതു മീമുള്ള ക്രിയാധാതു വരുന്നുണ്ട്. ക്രിയാധാതു ഏതാ? മീമുള്ള ക്രിയാധാതു വരുന്നുണ്ട്. അതേപോലെ മീമുള്ള ക്രിയാധാതുവായിട്ടും ഉപയോഗിക്കും. ഹയാത്തിന് മീമുള്ള ക്രിയാധാതുവായിട്ടും ഉപയോഗിക്കും. മഗ്ഫിറത്തില്ല, ഗഫറ യഗ്ഫിറു, മഗ്ഫിറത്തിന് മീം വരുന്നല്ലോ. ക്രിയാധാതുവിൽ മീം വരുന്നുണ്ട്. അപ്പൊ അതേപോലെ മഹിയ എന്ന് ഉപയോഗിക്കും, മമാത്ത് എന്ന് ഉപയോഗിക്കും. മൗത്തിന് മമാത്ത് എന്ന് ഉപയോഗിക്കും, ഹയാത്തിന് മഹിയ എന്ന് ഉപയോഗിക്കും. ഓക്കെ, അതാണ് ഒരു പോയിന്റ്. മറ്റേത് നമുക്ക് 10 വരുന്ന കാര്യം പിന്നെ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം, ജസാക്കല്ലാഹ് ഖൈർ. അലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹ്.